എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലതുണ്ടാകട്ടെ എന്ന് സർവേശ്വരനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം എത്ര സുലഭമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ചില ചിന്മുത്തുക്കളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരും എങ്ങനെയാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ, മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് ഓർത്തു നോക്കാം. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ലാത്തവരാരും തന്നെ ഇവിടെ ഇല്ല. പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നമുക്ക് ഇല്ല എന്ന് പറയുവാൻ ആരുമില്ല. അതുപോലെ അനുഭവിക്കാത്തവൻ ആണ് എന്ന് ആരും പറയുന്നില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം നാം എന്താണ് തിരഞ്ഞെടുക്കുക, എന്താണ് നമുക്ക് വേണ്ടത്? എല്ലാരും പറയും എനിക്ക് സന്തോഷമായിട്ടിരിക്കണം, എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങണം, എനിക്ക് കൈ നിറയെ കാശുണ്ടാകണം. എല്ലാം ശരിയാണ്. കൈ നിറയെ കാശ് വേണം, ജീവിക്കണമെങ്കിൽ സന്തോഷം വേണം, സുഖം വേണം. ആരും ദുഃഖത്തിനെ ആഗ്രഹിക്കുന്നവരാണോ? അല്ല. ദുഃഖത്തിനെ ഇഷ്ടപ്പെടുന്നവരാരും തന്നെ ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്താണ് വരുന്നത്? ദുഃഖങ്ങൾ പാർസലായിട്ട് വരുന്നു. ഇതൊക്കെ വരുമ്പോ നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. നെട്ടേട്ടം ഓടി 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 നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് അവലോകനം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. എന്താണ് 5 കാര്യങ്ങൾ? ഒന്ന്, നാം ഭദ്രമായിട്ടിരിക്കുന്നു, നാം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് ആദ്യം ഓർക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, നമുക്ക് നമ്മളെ കുറിച്ച് എന്തറിയാൻ പറ്റും. ഇന്ന് പലരും എന്നോട് ചോദിക്കുന്നതാണ്, സ്വാമിജി എങ്ങനെ നമ്മളെ മനസ്സിലാക്കാം? തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിയായി ജീവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കും. നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ കുറെ കാലം കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടുപോകും. നമുക്ക് ഉപദേശിക്കാൻ വളരെ ഇഷ്ടമാണ്. ഒരാളിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ പറയുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമാണോ അല്ലയോ. ഇതാരും ആലോചിക്കാല്ല. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ന് പല വീടുകളിലും പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുമായിരുന്നു. പക്ഷെ ഇന്ന് ആർക്കും വിട്ടുകൊടുക്കുവാൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ കൂടെ ഉള്ളവരെ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ സഹധർമ്മിണിയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ഭാര്യയെ എനിക്ക് ഇഷ്ടമാണ് എന്ന് എല്ലാവരും വാഗൊണ്ട് പറയുന്നത് പോലെ ജീവിതത്തിൽ ശരിക്കും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, ശരിക്കും നിങ്ങളെ അവരെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് പലരും പറയും ഇല്ല എന്ന്. ആ ഒരു വിഷയം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും വീണ്ടും വീണ്ടും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്, ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ദുഃഖം? ദുഃഖം നമ്മുടെ ഉള്ളിലാണ്. സന്തോഷം എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. ഇവിടെ ആരാണ് ദുഃഖിക്കപ്പെടുന്നത്? ഞാൻ തന്നെ. അപ്പൊ സന്തോഷം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, ആ കരയുന്ന, എല്ലാവരെയും എന്നെ കുറ്റം പറയുന്ന, എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്ന എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് സമാധാനം ഇല്ലെന്ന് പറയുന്നതും നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് എല്ലാ വിഷയങ്ങളെയും ഇല്ല എന്നും വേണമെന്നും ഒക്കെ നമ്മൾ ആലോചിച്ചിരുന്നിട്ട് പക്ഷെ നമ്മൾ ഇല്ലാതായി പോകുന്നു. ഇതിന് കാരണം എന്ത്? ആലോചിച്ചു നോക്കാറുണ്ടോ? ഇല്ല. സമയമില്ലല്ലോ. വഴക്കുണ്ടാക്കാൻ സമയമുണ്ട്. ആ വഴക്ക് പറഞ്ഞ് ഒരു ദിവസമല്ല 3 ദിവസം മിണ്ടാതിരിക്കുവാൻ നമുക്ക് സമയമുണ്ട്. ആരെങ്കിലും പറയുമ്പോ ഇല്ലെന്നുണ്ട്. എന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, എന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ നമുക്ക് നേരമുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ടുവരേണ്ട ശീലങ്ങളെ മാറ്റുവാൻ, എനിക്ക് എന്നെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുവാൻ ആർക്കും നേരമില്ല. എന്തുകൊണ്ട് നേരമില്ല? നമ്മൾ അതിലെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നല്ലവനാണല്ലോ, ഞാൻ നല്ലവളാണല്ലോ, എനിക്കെല്ലാം അറിയാമല്ലോ, എനിക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എന്ന് പറയുവാൻ മാത്രം അറിയുന്ന
നമ്മുടെ മനസ്സ് ഒരു ചെറിയൊരു ചിന്ത കൊണ്ട്, ചെറിയൊരു മനസ്സിലാക്കൽ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. എല്ലാവരും ആലോചിച്ചു നോക്കും. നമ്മൾ ആരും ആലോചിക്കാറില്ല, എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോൾ ഉണ്ടാകുമോ ആ സമയത്ത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടുവാനും രക്ഷപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും കാത്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ആലോചിക്കും, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുന്നുണ്ട്, അവരെ സ്വീകരിക്കുവാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, തീവണ്ടി നിലയത്തിലേക്ക് പോകുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങി ഞാൻ, എന്നിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് നമ്മളുടെ ഇഷ്ടപ്പെട്ട വ്യക്തി വരുന്ന ട്രെയിൻ 1 മണിക്കൂർ താമസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. 1 മണിക്കൂർ താമസമായി വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പല ട്രെയിനുകളും വരുന്നു പോകുന്നു, ഇതെല്ലാം കണ്ട് രസിച്ച്. അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നും, ഇനി ഒരു ട്രെയിൻ വരുന്നെന്ന് പറയുന്നല്ലോ, ആ ട്രെയിൻ എവിടെ നിന്നാണ് വരുന്നത്, ആ ട്രെയിൻ എങ്ങനെ ഇരിക്കും എന്നൊരു ആകാംക്ഷ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് കേട്ടു, ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തിലേക്ക് വരുന്ന പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതാ വരുന്നു. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തിലേക്ക് വരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതാ വരുന്നു. നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് ആ ട്രെയിൻ വരുന്നത്. കാണുവാൻ ഭയങ്കര സന്തോഷം, കൗതുകം. കാരണം വന്ദേ ഭാരത് ആണല്ലോ ഇന്ന് എല്ലാവരുടെയും സ്വപ്നം. അതിനൊന്ന് യാത്ര ചെയ്താൽ കൊള്ളാം. വളരെ വേഗത്തിൽ പോകുന്നു. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ട്രെയിൻ. എന്തിനാണ് അതിനെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്? ബാക്കി എല്ലാ സ്റ്റാറുകളും ഇവിടെ ഉണ്ട്, പക്ഷേ സൂപ്പർ സ്റ്റാർ ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സൂപ്പർ സ്റ്റാർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആരാണ് വരുന്നത്, ആ വ്യക്തി എങ്ങനെ ഇരിക്കും, ആ വ്യക്തി സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണോ എന്നൊക്കെ കാണാൻ ഒരു ആകാംക്ഷ. ആ വ്യക്തിക്ക് നമ്മളെ അറിയില്ല, പക്ഷെ നമുക്ക് ആ വ്യക്തി അറിയാം. അതുകൊണ്ട് സൂപ്പർ സ്റ്റാറിനെ കാണാൻ നിൽക്കുന്നത് പോലെ സൂപ്പർ സ്റ്റാർ ട്രെയിനായ വന്ദേ ഭാരതിനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങനെ നോക്കി, കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ടല്ലോ, ആ ട്രെയിന് ബ്ലൂ വെള്ളയുമാണ്, ഇനി ഒരു ട്രെയിന് ഗ്രേയും ഓറഞ്ച് കളറുമാണ്. എന്നാല് കണ്ട് രസിച്ചു. അതിലിങ്ങനെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ലല്ലോ, എപ്പോഴാ കഥ അടച്ചു പോകുന്നറിയില്ല. മറ്റുള്ള ട്രെയിനാണ് ഉള്ളിൽ കയറിയിട്ട് ചാടി ഇറങ്ങാം, പക്ഷെ ഈ ട്രെയിനിൽ അങ്ങനെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വാതിലടഞ്ഞു പോകും, അധികം നേരം നിൽക്കില്ല. അപ്പൊ അതൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ചിരുന്നു. അപ്പോഴാണ് ഒരു അഡ്വർടൈസ്മെന്റ് വരുന്നത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കുക, ഒരു ട്രെയിൻ വരുന്നു, ഗുഡ്സ് ട്രെയിൻ വരുന്നു, സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന ട്രെയിൻ വരുന്നു, എല്ലാവരും പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഒതുങ്ങി നിൽക്കണേ, ആണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടാണ് പോകുന്നത് എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും, ഇതൊന്ന് പോയി കിട്ടിയാൽ മതിയേ. കാരണം അതിനെ കാണുവാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ ഗുഡ്സ് ട്രെയിൻ പോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിനെ കാണുവാൻ നമുക്ക് ഇഷ്ടമല്ല. കാരണം അതിൻ്റെ അകത്താണ് എല്ലാ സാധനങ്ങളും കയറ്റി കൊണ്ടുപോകുന്ന ഗുഡ്സ് ട്രെയിൻ വരുന്നു. അതിനെ ശ്രദ്ധിക്കില്ല, അതിനെ ആരും മൈൻഡ് ചെയ്യാറില്ല, അതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ശരിയല്ലേ? ഗുഡ്സ് ട്രെയിൻ ഏതെങ്കിലും പ്ലാറ്റ്ഫോം നമ്പർ ഇട്ടിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ ആ ഗുഡ്സ് ട്രെയിൻ പോയി നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ നല്ലപോലെ ടൈൽസ് പതിപ്പിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. ആ ട്രെയിൻ ഇമ്പോർട്ടന്റ് ആണ്. ആ ട്രെയിനിലാണ് എല്ലാ സാധനങ്ങളും നമ്മുടെ കൈകളിൽ, നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും, നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഭക്ഷിക്കുന്നതും ജീവിക്കുന്നതൊക്കെ. പക്ഷെ ആ ട്രെയിനിനെ ആരും നമ്മള് അധികം ശ്രദ്ധിക്കാറില്ല. ഗുഡ്സ് ട്രെയിൻ പോകുന്നു, അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ വിളിക്കാൻ പോയ ആളുടെ മനസ്സിൽ തോന്നി, എന്ത് ഈ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്നൊന്ന് പോയി തീരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ആ ട്രെയിൻ നിന്നിട്ട് അതിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു നോക്കാനോ, ഇല്ലെങ്കിൽ ആ ട്രെയിൻ വന്നത് കൊണ്ടല്ലേ നമ്മുടെ നാട്ടിലേക്ക് സാധനങ്ങൾ വരുന്നോ ആരും ആലോചിക്കാറില്ല. അപ്പൊ എന്താണ്? ഗുഡ്സ് ട്രെയിനെ പോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മൾ ആരും തിരിച്ചറിയില്ല അത് വളരെ അത്യാവശ്യമുള്ളതാണെന്ന്. നമുക്ക് കാണാൻ ഭംഗിയുള്ളതും
യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കയറ്റിക്കൊണ്ടുവരുന്നതും ഇഷ്ടമില്ലാത്തവരെ കയറ്റിക്കൊണ്ടു പോകുന്നതുമായ ട്രെയിനുകളെ വലിയ ഇഷ്ടമാണ്. ഓരോ ട്രെയിൻ വരുമ്പോൾ ഒരു കണ്ണങ്ങോട്ട് നോക്കും, ഇതാ വരുന്നു ന്യൂഡൽഹി എക്സ്പ്രസ്, ഇതാ വരുന്നു തിരുവനന്തപുരം എക്സ്പ്രസ്, ഇതാ വരുന്നു കോഴിക്കോട് എക്സ്പ്രസ്. ഇതൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കി നമ്മുടെ സുഹൃത്തിന്റെ ട്രെയിൻ 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ സുഹൃത്താണ്, നമ്മൾ എപ്പോഴും സ്നേഹിക്കുന്ന സുഹൃത്ത് വരുന്നു. ആ സുഹൃത്താണ് എന്റെ മനസ്സെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പൊ ആ വ്യക്തി നല്ല രീതിയിൽ ഇരിക്കണം എന്ന് നമ്മൾ ആലോചിക്കുന്നു. അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ ഒന്ന് തിരിച്ചറിയുക, നിങ്ങളുടെ മനസ്സാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കാത്തുകൊണ്ട് നമ്മുടെ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിനെ തേടിയാണ് നമ്മൾ നിൽക്കുന്നത്, മറന്നു പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഗുഡ്സ് ട്രെയിൻ വന്നു പോകുന്നു, പലതരമായ യാത്രാ ട്രെയിനുകൾ വന്നു പോകുന്നു. ഈ ട്രെയിനുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളുടെയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സുമാണ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അനുഭവമാണ്, നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തയുടെ പ്രതിഫലമാണ്. എന്താണ് ഫീലിങ്സ്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആവേഗങ്ങൾ, മെസ്സേജുകൾ, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ തിരിച്ചറിയണോ വേണ്ടയോ? അതിനുവേണ്ടി ആരെങ്കിലും പരിശ്രമിക്കാറുണ്ടോ? അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഫീലിങ്സ് ആർ ലൈക്ക് എ ഗുഡ്സ് ട്രെയിൻ. ഫീലിങ്സ് ആർ ഗുഡ്സ് ലൈക്ക് എ ഗുഡ്സ് ട്രെയിൻ. എന്റെ മനസ്സിലെ എന്തൊക്കെയും ഉണ്ടാകുന്ന ചിന്തകൾ, എന്റെ ചിന്തകൾ പലതും ഗുഡ്സ് ട്രെയിനെ പോലെയാണ്. ആരും അതിനെ ശ്രദ്ധിക്കില്ല. പക്ഷെ അതിൻ്റെ അകത്ത് വളരെ വളരെ നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് പോലും എനിക്ക് തിരിച്ചറിയുന്നില്ല. ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. അതുപോലെ എല്ലാവരും തന്റെ സുഹൃത്ത് വരുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ഏതാണ് റെയിൽവേ സ്റ്റേഷൻ? നമ്മുടെ ശരീരമാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ സ്റ്റേഷനെ വളരെ ശുചിയായിട്ട് വെച്ചോളൂ, വളരെ ആരോഗ്യമായിട്ട് വെച്ചോളൂ, അതിന് നല്ലപോലെ മോടി പിടിപ്പിച്ചോളൂ. എന്നാൽ മാത്രമാണ് ഈ സ്റ്റേഷനിലേക്ക് നിറയെ യാത്രക്കാരുകൾ വരും, നിറയെ പേര് നമ്മളെ ഉൾക്കൊള്ളും. എന്താണ് യാത്രക്കാർ? നിങ്ങൾ വിചാരിക്കുന്ന നല്ല നല്ല ചിന്തകൾ, നിങ്ങൾ ആവശ്യപ്പെടുന്ന നല്ല നല്ല കാര്യങ്ങൾ, അത് നിങ്ങളുടെ യാത്രക്കാരായിക്കോട്ടെ. കാരണം ചിന്തകൾ വരും പോകും, ചിന്തകൾ വരും പോകും. ആരും നമ്മുടെ കൂടെ അങ്ങനെ ഇരിക്കില്ല. പക്ഷെ നമ്മുടെ മനസ്സിലെ നമ്മുടെ ചിന്തകൾ ഒരു അനുഭവമായിട്ട് മാറുന്നു, ഒരു ദാഹമായിട്ട് മാറുന്നു, ഒരു വിശപ്പായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്റെ കൂടെ ഒരു ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റ് എന്നോട് എപ്പോഴും ആവശ്യപ്പെടുവാണ്, എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ചഞ്ചലമാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മളോട് ഒരു വിഷയം ചോദിച്ചു, നമുക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തുണ്ടാകുക? വിഷമങ്ങൾ ഉണ്ടാകും. അതാണ് നമ്മുടെ യാത്രക്കാർ പലരും ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് അത് തരുമോ, ഇത് തരുമോ, എനിക്ക് അങ്ങനെയാണ് എങ്ങനെയാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ആരും ചോദിക്കില്ല. നമ്മൾ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനോട് ചോദിക്കാറുണ്ടോ, റെയിൽവേ സ്റ്റേഷനെ നിനക്ക് സുഖമാണോ? ഇത്രയും ട്രെയിനുകളും ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങുന്നു, നിനക്ക് സുഖമാണോ? ആരും തന്നെ ചോദിക്കാറില്ല. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാറില്ല. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും, എങ്ങനെ ഇരിക്കുന്നു, നന്നായിട്ട് ഇരിക്കുന്നില്ലേ? അവരും ചെന്ന് പറയും, ആ വ്യക്തി നന്നായിട്ട് ഇരിപ്പുണ്ട്, അദ്ദേഹം ആരോഗ്യവാനാണ്, അദ്ദേഹം സന്തോഷവാനാണ്. കാരണം അദ്ദേഹത്തിന്റെ മോടിയും അലങ്കാരവും കണ്ടാണ്. പക്ഷെ ഉള്ളു തിരിച്ചറിയുന്നവർ ആരുണ്ട്? നമ്മൾ തന്നെയാണ്. ആലോചിക്കുക, നമ്മുടെ ഉള്ളിൽ ഈ യാത്രാ സ്റ്റേഷൻ, ഈ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ എത്രയോ വാഹനങ്ങളെ ഉൾക്കൊള്ളുവാനും എത്രയോ പ്രശ്നങ്ങളെ തീർത്തു വയ്ക്കാനും പറ്റുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ആകുന്ന ശരീരത്തിന്റെ ഉള്ളിൽ മനസ്സെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മനസ്സിൽ വരുന്ന ചിന്തകൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ മനസ്സാണ് എല്ലാം തീരുമാനിക്കുന്നുവെങ്കിലും, എല്ലാ പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളുന്നുവെങ്കിലും, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ആരും അതിനെ തിരിഞ്ഞു നോക്കുന്നില്ല, നമ്മൾ ആരും അതിന് ബഹുമാനം കൊടുക്കുന്നില്ല. We are not accepting what all are the feelings are producing by you. നമ്മൾ എത്രത്തോളം ഫീലിങ്സ് ആണ്, എത്രത്തോളം ചിന്തകളാണ്
എത്രത്തോളം വിഷമതകളാണ്, എത്രത്തോളം സന്തോഷ വിഷയങ്ങളാണ് ഈ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആരെങ്കിലും തിരിച്ചറിയുവാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ? ഒരാളെന്ന് കൈവിട്ടിട്ട് രണ്ടുപേർക്കുണ്ട്. പക്ഷെ അത് ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഒരു മനുഷ്യനായി തീരാൻ സാധിക്കുക. എപ്പോഴും നിങ്ങളൊരു മനുഷ്യനാകുന്നു, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും ആ ചിന്തകളിൽ കൂടി നിങ്ങൾക്ക് വളർന്നു വരുവാനും ആർക്ക് കഴിയുന്നോ ആ വ്യക്തി ജയിച്ചു. ആ വ്യക്തിയെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എവിടെയാണ് നീ? വേറെ ആർ യു? നമ്മളൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരോടും, വേറെ ആർ യു, വേറെ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു? നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഞാൻ എങ്ങനെയുണ്ട്? ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുന്നില്ല. അസുഖം വരുമ്പോൾ മാത്രം ഡോക്ടറെ പോയി കാണുക, മരുന്ന് കഴിച്ചു, അസുഖം മാറി, അന്നോട് അതും കഴിഞ്ഞു. എന്നും നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചുവെങ്കിൽ, എന്നും നമ്മൾ നമ്മളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് നീ ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എന്നേ നിന്റെ നിന്ന് അകന്നു പോയേനെ. ബന്ധുമിത്രങ്ങൾ ആകുന്നു. എല്ലാവർക്കും ബന്ധുക്കൾ വേണം, മിത്രങ്ങൾ വേണം. എന്നാൽ ഞാൻ പറയുന്നു, നിന്റെ കൂടെ ഇരിക്കുന്ന, നിന്റെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന നിന്റെ മിത്രങ്ങളെയും നിന്റെ സ്വന്തങ്ങളെയും നീ മറന്നു പോകുന്നു. അവർക്കൊരു വിലയും നീ കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടി ഒരു കാര്യവും നീ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല? കാരണം സെൽഫ് നോളജ് ഇല്ല, സ്വയം അറിവില്ല, സ്വയം അറിയാൻ താല്പര്യമില്ല. സ്വയം അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നേ നമ്മൾ നന്നായും എന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങൾക്കില്ല. വളരെ ശ്രദ്ധിക്കണം. സ്വയം നന്നാവുക, സ്വയം തിരിച്ചറിയുക. നമ്മൾ എവിടേക്കോ കേട്ടു മറന്നതുപോലെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ സ്വയം മനസ്സിലാക്കണോ? വല്ലവരും പറയും, നമ്മൾ അത് ഉൾക്കൊള്ളില്ല. സ്വയം ഒന്ന് നന്നാകുന്നു പലരും പറയും, നമ്മൾ ആരും ഉൾക്കൊള്ളില്ല. നമുക്കാർക്കും അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കണം, വേർ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം വേർ ആർ മീ, എവിടെയാണ് ഞാൻ? വേർ ആർ യു നിങ്ങൾ ചോദിക്കുന്നിടത്ത് വേർ ആർ മീ, ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു, ഞാൻ എങ്ങനെ ഇരിക്കണം തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ജീവിതം സന്തുഷ്ടമാവും. എല്ലാവരും പറയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ഞാനും സുഖമായി ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ സുഖമായി ഇരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അഹം സുഖമസ്തു, അഹം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തിലിരിക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ സുഖമായിരിക്കണം, ഞാൻ എന്റെ ആരോഗ്യം നോക്കണം, എന്റെ മനസ്സിനെ നോക്കണം. നമ്മൾ ആരും ആലോചിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും വേർ ആർ യു എന്നല്ല, ഹൗ ആർ യു എന്നല്ല, എവിടെയാണ് ഞാനെന്ന് ചോദിക്കും. വേർ ഈസ് മീ, എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്, എവിടെയാണ് എന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്, എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് മാറ്റങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയാകാൻ പറ്റൂ. നിങ്ങൾ ആരും ശരിയായിട്ടുണ്ടോ? ഹേ സ്വാമി, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം എന്നൊക്കെ പലരും പറയാറുണ്ട്. കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോൾ അറിയാം, സ്വാമിജി ഞങ്ങൾ അവിടെയൊന്നും എത്തിയിട്ടില്ല, അങ്ങയുടെ സഹായം കൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ എത്തിച്ചേരാം. കൊള്ളാം, ഇനി അവിടെയും സ്വാമിജി തന്നെ വേണം അല്ലേ? കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഞങ്ങളൊക്കെ സന്യാസിമാരായത്. സന്യാസിമാർക്ക് എന്ത് ജോലി? അവര് കാട്ടിൽ ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവർക്കുണ്ട്. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല, അത് പിന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ വളർന്നു വരണം എന്നുള്ളതാണ്. അതാണ് ഞാൻ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോളുക. വേർ ആർ യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ എവിടെ എന്ന് പറയുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നു.
നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അറിവുണ്ടായിരിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധം വേണം. എങ്ങനെ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും? പിന്നെ നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാം? നിങ്ങൾ ശരിക്കും നല്ലൊരു ആരോഗ്യവാനാണോ, ആരോഗ്യവതിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. നമുക്കറിയില്ല. നിങ്ങളുടെ മുഖത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരാള് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ കണ്ണാടി വേണം. അതും നമുക്കറിയില്ല, സ്വയമേ അറിയില്ല. എന്നാൽ സന്തോഷമായിട്ട് ഇരിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമില്ലെന്ന് പറയുവാൻ നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കുന്നു, പക്ഷെ നമ്മൾ ആ ചിന്തകളെ നിയന്ത്രിക്കുവാൻ നമുക്കറിയില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യനെ രൂപകൽപ്പന ചെയ്യേണ്ടത്, മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്നുള്ള തോട്ട്സ് ആണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റി നിങ്ങൾ ആരെന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കുക. എല്ലാവരും ജീവിതത്തില് സന്തോഷമായിട്ടിരിക്കുക, വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക. പറയുന്നത് ഹാപ്പി മൈ മൈൻഡ്. നമ്മുടെ മനസ്സാണ് സന്തോഷപ്പെടേണ്ടത്. എന്താണ് പറയണത്? ഹാപ്പി മൈ മൈൻഡ്. ഹാപ്പി മൈ മൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കണം, എന്റെ മനസ്സ് സന്തോഷിക്കണം എന്നാണ് പറയണത്. അവരുടെ മനസ്സ് സന്തോഷിച്ചത് കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ സന്തോഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയുള്ളൂപ്പാ. നിങ്ങൾ സന്തോഷിക്കുന്നവർ ആരോ സന്തോഷിക്കുന്നത് മോൻ പറഞ്ഞത് കൊണ്ട്, ആരോ കഴിച്ചെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ വിശപ്പ് പോകത്തില്ല. ആരോ സന്തോഷിച്ചത് കൊണ്ട് നമുക്ക് സന്തോഷം വരികയില്ല. ആരോ പറയുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതം ഇവിടെ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. യു പ്ലീസ് തിങ്ക് അബൌട്ട് യു. നമ്മളെ കുറിച്ച് ശരിക്കും ആലോചിക്കണം. നമ്മൾ ശരിക്കും ആലോചിക്കുന്നുണ്ടോ, അല്ല ആലോചിക്കാൻ വിസമ്മതിക്കുന്നുണ്ടോ? ഇന്ന് എല്ലാവർക്കും വിസമ്മതമാണ്, ആർക്കും സമ്മതമില്ല. നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് നോക്കിയിട്ടില്ല, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല. പക്ഷെ നീ ശരിക്കും ഉറങ്ങുന്നുണ്ടോ? രാത്രി കുറച്ചു നേരം ഉറങ്ങും. ഇതൊക്കെയാണ് നമ്മുടെ ഉത്തരങ്ങൾ. നീ നല്ലപോലെ കഴിക്കാറില്ലേ? അയ്യോ, ഞാൻ കഴിച്ചാൽ എല്ലാവരും കുറ്റം പറയും, എനിക്ക് വണ്ണം വെക്കും. ഒരാൾ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഒരു ചെറിയ പെൺകുട്ടിയാണ്, 22 വയസ്സുണ്ട്. ആ കുട്ടി എന്നോട് പറഞ്ഞു, സ്വാമിജി എനിക്ക് കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, എന്താണ് ഞാൻ വണ്ണം വെച്ചു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാണ് നീ പേടിക്കുന്നത്? നിനക്ക് ആവശ്യമായ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നിനക്ക് ഒരു ഗുണവും വരില്ല. ഇല്ല സ്വാമി, ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ വണ്ണം വെച്ചാൽ എല്ലാവരും എന്നെ കളിയാക്കും. ഓ, അപ്പൊ നീ കഴിക്കുന്നത് പോലും മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? നമുക്ക് വേണ്ടി നമുക്ക് കഴിക്കുവാനും നമ്മളെ ശരിയാക്കി വെക്കുവാനും നമുക്ക് അറിയാത്തത് കൊണ്ടല്ലേ ഈ ഒരു ചോദ്യത്തിന് വരുന്നത്. നീ നല്ലപോലെ ആഹാരം കഴിക്കൂ, നല്ലപോലെ നീ വ്യായാമം ചെയ്യൂ, നല്ലപോലെ നീ ഉറങ്ങൂ, നല്ലപോലെ നീ സന്തോഷമായിട്ട് ഉണരൂ. നീ രാവിലെ എഴുന്നേറ്റ ഉടനെ, രാവിലെ എത്ര മണിക്ക് എല്ലാവരും എഴുന്നേൽക്കാറുണ്ട് പറയാമോ? ചിലര് 4 മണി കാണാനുണ്ട്. 4 മണി, 3 മണി, 7 മണി, 10 മണി. അപ്പൊ 10 മണിക്കും 11 മണിക്കും ഒക്കെ നിൽക്കുന്ന എന്റെ സഹോദരൻ സഹോദരിമാരെ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കും. നിങ്ങൾ രാവിലെ 8 മണിക്കും 10 മണിക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാവിധമായ നല്ല വിഷയങ്ങളെല്ലാം നിങ്ങളെ വിട്ട് അകന്നു പോകും. വേണ്ടാത്ത എല്ലാം അവിടെ ഒരു താമസവും ഉറപ്പിക്കും. അതുകൊണ്ട് ജീവിതം നന്നാകണം എന്നുണ്ടെങ്കിൽ സെൽഫ് അണ്ടർസ്റ്റാൻഡ്, സെൽഫ് ഹെൽപ്പ് യു. നിങ്ങളെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തോളൂ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്തൊക്കെ വേണോ ചോദിച്ചാൽ പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് തോന്നും, സ്വാമിജി എന്താ ഒന്നും പറയാത്തെ? നിങ്ങളെ എന്ന് ഇതിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറായി കഴിഞ്ഞു, അന്നേരം തന്നെ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും തയ്യാറായി കഴിഞ്ഞു. വി വിൽ റെഡി ടു ഹെൽപ്പ്. ഞങ്ങള് നിങ്ങളെ സഹായിക്കാൻ വളരെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എപ്പോ റെഡിയാവുന്നോ അപ്പൊ തന്നെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ അനാഥരായി വിടത്തില്ല കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പാഠങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും, എന്റെ മനസ്സിനെ കുറിച്ച് എനിക്ക് തിരിച്ചറിയണം. എല്ലാവർക്കും അവരുടെ മനസ്സിനെ കുറിച്ച് തിരിച്ചറിയണം എന്നുള്ള ബോധം ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ അങ്ങോട്ടൊക്കെ വരിക. എവിടത്തേക്ക്? ഹാപ്പി മൈ മൈൻഡിലേക്ക് വരിക. എല്ലാവരും ആലോചിച്ചു, വേർ ആർ യു? ഞാൻ എന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയുവാനും, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനും, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് അറിയുന്നവരും ഒക്കെ ജോയിൻ ചെയ്യുക.
നമ്മൾ ആരും ദൂരെയല്ല, എല്ലാവരും അടുത്തു തന്നെയാണ്, എല്ലാം അടുത്തു തന്നെയാണ്. നമുക്ക് വിദ്യാഭ്യാസം വേണ്ടോ? ഈ കാലം വരെ നമ്മൾ പഠിച്ചു ഒരു വിദ്യാസമ്പന്നനായി, ഇനി നല്ലൊരു ജോലി വാങ്ങിച്ച് നല്ലൊരു കുടുംബത്തിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവരുടെ ജീവിതത്തെ ധന്യമാക്കുക. ആ ധന്യമായ ജീവിതം എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വീണ്ടും കാണാം അടുത്ത പാർട്ടിലേക്ക്. ഹരി ഓം.